തലയ്ക്കുമീതെ നീലാകാശം താഴെ മരുഭൂമി എന്ന ഗാനത്തെ ഓർമ്മിപ്പിക്കുമാർ ജീവിക്കുന്ന പതിനായിരങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അന്തിയുറങ്ങാൻ ഒരു കിടപ്പാടം എന്നുള്ളത് ഏവരുടെയും ഒരു സ്വപ്നമാണ്. റോട്ടി കപ്പട മക്കാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, അത് കഴിഞ്ഞാൽ കിടപ്പാടം എന്ന മുദ്രാവാക്യം നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഭവന വായ്പയുടെ പലിശയ്ക്കും മുതൽ തിരിച്ചടവിനും ലഭ്യമായിട്ടുള്ള നികുതി ഇളവുകളെപ്പറ്റി ആരാഞ്ഞുകൊണ്ട് ശ്രീ ഭാസ്കരൻ കൊച്ചിയിൽ നയിച്ചിരിക്കുന്ന സന്ദേശം വളരെ സന്ദർഭോചിതമാണ്, പ്രസക്തമാണ്. മറുപടി പറയാം. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഡക്ഷൻ ഫോർ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ആൻഡ് ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെൻ്റ് എന്നാണ്. അതായത് മുതൽ തിരിച്ചടവിനും പലിശയ്ക്കുള്ള കിഴിവിനും ലഭ്യമായിട്ടുള്ള ആശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. പിന്നീട് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, വകുപ്പ് 80C പ്രകാരമുള്ള 1.5 ലക്ഷം രൂപയുടെ കിഴിവ് പരിധി ഈ പലിശയ്ക്കും ബാധകമാണോ എന്നാണ്. ഇതിൽ ഞാൻ ഓരോന്നിൻ്റെയും 2 സെക്ഷൻസ് പ്രകാരം, അത് ഈ 2 കാര്യങ്ങൾ, അതായത് ഭവന വായ്പയുടെ സ്വന്തം താമസത്തിനായിട്ടുള്ള ഭവനം വാങ്ങുന്നതിനോ പണി കഴിക്കുന്നതിനോ എടുത്തിട്ടുള്ള കടത്തിന്മേലുള്ള പലിശയിന്മേലുള്ള നികുതി ഇളവും അതിൻ്റെ മുതൽ തിരിച്ചടക്കുമ്പോൾ ലഭ്യമായിട്ടുള്ള നികുതി ഇളവും തമ്മിലൊരു താരതമ്യ പഠനം നമുക്ക് നടത്താം. ആദ്യമേ തന്നെ ഈ ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയുന്നത് ഒരു കിഴിവായിട്ടല്ല, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന വരുമാന ഗണത്തിലെ ഒരു നഷ്ടമായിട്ട് കണക്കാക്കി അത് മറ്റുള്ള വരുമാനങ്ങളുമായി തട്ടിക്കിഴിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ്, മുതൽ തിരിച്ചടവാകട്ടെ, അത് വകുപ്പ് 80C പ്രകാരമുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കൂടെ ചേർത്തിട്ട് അത് ആ പരിധിക്ക് 1 ലക്ഷം രൂപ എന്നുള്ള പരിധിക്ക് വിധേയമായിട്ട് ഒരു കിഴിവായിട്ട്, മൊത്ത വരുമാനത്തിനുള്ള കിഴിവായിട്ടാണ് ലഭ്യമാകുന്നത്. ഇത് തമ്മിലുള്ള ബേസിക്കായുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് വളരെയധികം ഗണങ്ങളുണ്ട്. ശമ്പള വരുമാനമുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി വരുമാനമുണ്ട്, ബിസിനസ് വരുമാനമുണ്ട്. ഇവയെല്ലാം ചേർന്നതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് വളരെയധികം പ്രസക്തി ഉള്ളപ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുമ്പോൾ ആ മൈനസ് ഫിഗർ കുറച്ചിട്ട് ബാക്കിയാണ് പലിശയെ സംബന്ധിച്ചിടത്തോളം ഗ്രോസ് ടോട്ടൽ ഇൻകം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ വകുപ്പ് 80C പ്രകാരമുള്ള ഭവന വായ്പയുടെ മുതൽ തിരിച്ചടവിനെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ളൊരു കിഴിവായിട്ടാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനാണ് നികുതി ബാധ്യത വരുന്നത്. ഇനി വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം താമസത്തിനായിട്ട് എടുത്തിട്ടുള്ള ഭവനം നിർമ്മിക്കാനോ വാങ്ങിക്കുവാനായിട്ട് എടുത്തിട്ടുള്ള കടത്തിന്മേലുള്ള പലിശയ്ക്ക് മാത്രമാണ് ഈ കിഴിവ് ലഭ്യമാകുക. എന്നാൽ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം, അതായത് മുതൽ തിരിച്ചടവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം താമസത്തിനായിരിക്കണമെന്നുള്ള നിബന്ധനയില്ല. ഒരു റെസിഡൻഷ്യൽ ഹൗസ് പണി കഴിപ്പിക്കുന്നതിനോ വാങ്ങുന്നതിനോ വേണ്ടി എടുത്തിട്ടുള്ള കടത്തിൻ്റെ മുതൽ തിരിച്ചടവിന് വകുപ്പ് 80Cയുടെ പരിധിക്ക് വിധേയമായിട്ട് കിഴിവ് ലഭ്യമാണ്. ഇനി ഇതിന് പലിശയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പലിശ അടക്കുവാനുള്ള ബാധ്യത വന്നിട്ടുള്ള വർഷം, അതായത് നമ്മൾ ആ ലോണിന്മേലുള്ള പലിശ ഞാൻ ഇത്ര രൂപ അടക്കണമെന്ന ഒരു കൊല്ലത്തിൽ എത്ര രൂപയാണ് എൻ്റെ ബാധ്യത, ആ ബാധ്യത പൂർണ്ണമായിട്ടല്ല പരിധിക്ക് വിധേയമായിട്ട് കിഴിവ് ചെയ്യാം, അടക്കണമെന്നില്ല. അതേസമയം വകുപ്പ് 80C പ്രകാരമുള്ള മുതൽ മുടക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ആക്ച്വൽ പേയ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത്. ബാധ്യത വരുന്നോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉദിക്കുന്നില്ല. അടുത്തതായിട്ട്, ലോൺ നീഡ് നോട്ട് ബി ഫ്രം സ്പെസിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പലിശയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എടുത്തിട്ടുള്ള കടങ്ങൾക്ക് മാത്രമേ കടമേലുള്ള പലിശയ്ക്ക് മാത്രമേ കിഴിവ് ലഭ്യമാകൂ എന്ന നിബന്ധനയില്ല. എന്നാൽ വകുപ്പ് 80C പ്രകാരമുള്ള മുതൽ തിരിച്ചടവിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്, ബാങ്കുകൾ, LIC, തൊഴിലുടമ എന്നിങ്ങനെയുള്ള പ്രത്യേകം പ്രഖ്യാപിതമായിട്ടുള്ള ആസ്തിത്വങ്ങളിൽ നിന്ന് എടുത്തുള്ള കടങ്ങളുടെ മുതൽ തിരിച്ചടവിന് മാത്രമേ ഇത് ലഭ്യമാകുള്ളൂ, ഈ കിഴിവ് ലഭ്യമാകുള്ളൂ. ഇനി ഒരു കാര്യം പറയാനാണെങ്കിൽ, ഇതിൻ്റെ സീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പരിധികളുണ്ട്. എല്ലാത്തിനും നമുക്ക് കിട്ടുന്ന എല്ലാ നികുതി ഇളവുകൾക്കും പരിധികളുണ്ട്. ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ
1999 ഏപ്രിൽ 1 ശേഷം എടുത്തിട്ടുള്ള കടങ്ങൾമേലുള്ള പലിശയ്ക്ക് 1,50,000 രൂപ വരെയാണ് പരിധി. എന്നാൽ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം ആ പരിധിയല്ല, അത് വകുപ്പ് 80C-യുടെ 1,00,000 എന്നുള്ള പരിധിക്കുള്ളിൽ നിന്നുണ്ട്. മറ്റുള്ള അടവുകൾക്കും കൂടെ കൺസിഡർ ചെയ്ത് ടോട്ടൽ 1,00,000 എന്നുള്ള പരിധിയാണ് അവിടെയും ബാധകം. ഇനി അതേസമയം ഈ പലിശയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് മോടി പിടിപ്പിക്കുക, റിപ്പയർ ചെയ്യുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുള്ള കടങ്ങൾമേലുള്ള പലിശയ്ക്ക് 1,50,000 എന്നുള്ള അധികരിച്ചിട്ടുള്ള പരിധി ലഭ്യമല്ല. അവിടെയും 30,000 രൂപയെ ലഭ്യമാവുകയുള്ളൂ. 1/4/1999 മുമ്പെടുത്തിട്ടുള്ള കടങ്ങളെ സംബന്ധിച്ചിടത്തോളം 30,000 രൂപ എന്നുള്ള പരിധി ബാധകമാണ്. ഇനി പലിശയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് ഡേറ്റ് ഓഫ് ഓക്കുപ്പേഷൻ, സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന ദിനം തൊട്ട് മാത്രമേ പലിശയുടെ കിഴിവിന് അർഹതയുള്ളൂ. പക്ഷേ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീഷൻ മാത്രമേ, നമ്മൾ സെൽഫ് ഓക്കുപ്പേഷൻ്റെ പ്രശ്നം അവിടെ പ്രസക്തമല്ല. അതുകൊണ്ട് കംപ്ലീഷൻ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമേ നിബന്ധനയുള്ളൂ. പിന്നെ ഈ സ്വന്തം